നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കേറെ സന്തോഷം നിറഞ്ഞ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അതെ, പ്രവാസികൾക്ക് ഇത് സുവർണ അവസരം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് കൂടുതൽ മൂല്യം ലഭിക്കുന്ന സമയങ്ങൾ അടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി വിദേശ പണത്തിന് ഇരട്ടി മധുരമാണ്. ഈ അവസരം മുതലെടുത്തിരിക്കുകയാണ് പ്രവാസികൾ ഏവരും. നാട്ടിലേക്ക് കൂട്ടത്തോടെ പണം അയക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് UAE-യിൽ നിന്നുള്ള കണക്കുകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കയ്യിലുള്ള പണമെല്ലാം നാട്ടിലേക്ക് അയക്കേണ്ട എന്ന ഉപദേശവും സാമ്പത്തിക നിരീക്ഷകർ നൽകുകയാണ്. കാരണം വരാനിരിക്കുന്ന ആഴ്ചകളും പ്രവാസികൾക്ക് സന്തോഷത്തിൻ്റെതായിരിക്കും എന്ന് തന്നെ പറഞ്ഞു വയ്ക്കട്ടെ. അതായത് UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന്റെ തോത് വലിയ അളവിൽ ഉയർന്നിരിക്കുകയാണ്. 25% വർധനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കറൻസി വിനിമയ കമ്പനികളിലെ ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. രൂപ എക്കാലത്തെയും വലിയ തകർച്ച നേരിട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പണമയക്കൽ വർദ്ധിച്ചിരിക്കുന്നത്. വരും ആഴ്ചകളിലും രൂപ ഇടിയുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. $1 83 രൂപ എന്ന നിലയിലേക്ക് മൂല്യം ഇടിഞ്ഞിട്ടുണ്ട്. ഇത്രയും മൂല്യത്തകർച്ച രൂപ നേരിടുന്നത് ആദ്യമായിട്ടാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സുസ്ഥിരത അത്ര സുഗമമല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിലുള്ളവർക്ക് ഞെരുക്കം അനുഭവപ്പെടുമെങ്കിലും പ്രവാസികൾക്ക് നേട്ടത്തിന്റെ കാലമായിട്ടാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഒരു ദിർഹത്തിന് 22.61 രൂപ എന്നാണ് ഒടുവിലെ നിരക്ക്. വരും ആഴ്ചകളിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്നാണ് സൂചന. നവംബർ മുതൽ ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കാൻ പോകുകയാണ്. ഇതോടുകൂടി ഇന്ത്യയുടെ വ്യാപാര കമ്മി വർദ്ധിക്കുകയും ചെയ്യും. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയാൻ ഇത് കാരണമായി തീരും. ഇന്ത്യയുടെ വിദേശ കറൻസി സംഭരണത്തിൽ കുറവ് വരാനും സാധ്യതയാകും. ഒക്ടോബർ 19 ഇന്ത്യൻ രൂപയുടെ മൂല്യം 83 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. പിന്നീട് അല്പം നില മെച്ചപ്പെട്ടെങ്കിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. 2022 ജനുവരിക്ക് ശേഷം രൂപയുടെ മൂല്യത്തിൽ 11% ഇടിവാണ് നേരിട്ടിരിക്കുന്നത്. നാട്ടിലേക്കുള്ള പണമയക്കൽ കഴിഞ്ഞ മാസങ്ങളേക്കാൾ 25% കൂടിയെന്ന് അൽ ഫർദാൻ എക്സ്ചേഞ്ചിന്റെ മേധാവി ഹസൻ ഫർദാൻ പറയുന്നു. ലുലു എക്സ്ചേഞ്ച്, അൻസാരി എക്സ്ചേഞ്ച് എന്നിവരും നാട്ടിലേക്കുള്ള പണം അയക്കൽ വർദ്ധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശ പണം കൂടുതൽ ലഭിക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം UN അറിയിക്കുന്നു. $8,700 കോടി കഴിഞ്ഞ വർഷം പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ചത്. UAE-യിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുകിയത്. ശേഷം അമേരിക്ക, സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്നും എന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം പ്രവാസികൾക്കിടയിൽ രൂപയുടെ മൂല്യമിടിവ് ഇപ്പോൾ സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. മൂല്യം സംബന്ധിച്ച വിവരങ്ങൾ പല എക്സ്ചേഞ്ചുകളിലേക്ക് പ്രവാസികൾ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയാണ്. വരും ആഴ്ചകളിലെ സാധ്യതകളും ഇവർ അന്വേഷിക്കുന്നതായാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി സഖ്യം എണ്ണ ഉൽപാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് രൂപയ്ക്ക് തിരിച്ചടിയായി തീരും. ഈ വേളയിൽ രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ അടുത്ത ആഴ്ച രൂപയുടെ മൂല്യം 84-ലെത്താൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് ചില ഇടപെടൽ നടത്തിയേക്കും. ഈ ഇടപെടൽ ഫലം കണ്ടാൽ മാത്രമേ രൂപയുടെ മൂല്യം ഉയരുകയുള്ളൂ. എന്നാൽ ആഗോള വിപണിയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനാൽ തന്നെ മൂല്യം ഉയരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അല്പം കാത്തിരുന്ന ശേഷം നാട്ടിലേക്ക് പണമയച്ചാലും പ്രവാസികൾക്ക് ലാഭകരമായി തീരുമെന്നതിൽ സംശയമൊന്നുമില്ല. ആയതിനാൽ തന്നെ കുറച്ചുകൂടി കാത്തിരുന്നുകൊണ്ട് നാട്ടിലേക്ക് പണമയക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.